വർഷം 1638. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ ഒരു ദിവസം വൈകുന്നേരം 300ഓളം പേര് ഒരുമിച്ച് കൂടി. പുറത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ കൊടുങ്കാറ്റ് വീശുകയാണ്. പള്ളിയുടെ അന്തരീക്ഷം പ്രാർത്ഥനയാൽ നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് കാതടപ്പിക്കുന്ന മുഴക്കത്തോടെ ഒരു വലിയ തീഗോളം മേൽക്കൂരയിൽ തകർത്ത് അകത്തു വന്നു. വേട്ടക്കാരൻ ഇരയെ തേടുന്നത് പോലെ അത് പള്ളിയിലൂടെ ഒഴുകി നടക്കാൻ തുടങ്ങി. അവിടെ നിന്നവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു വിറച്ചു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ആ തീഗോളം പൊട്ടിത്തെറിച്ചു. അതിന്റെ ആഘാതത്തിൽ പള്ളി മൊത്തം തകർന്നു. 4 പേര് കൊല്ലപ്പെട്ടു. 60ഓളം പേർക്ക് പൊള്ളലുകളും മറ്റു പരിക്കുകളും പറ്റി. എന്താണ് സംഭവിച്ചതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ സംഭവം വെറും ഒരു കെട്ടുകഥ മാത്രമായിരുന്നുവെന്നാണ് പണ്ട് കരുതിയിരുന്നത്. എന്നാൽ ഇത്തരം നിഗൂഢമായ തീഗോളങ്ങൾ ഇന്നും ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായി ഒരുപാട് പേര് കാണുന്നുണ്ട്. ഈ ഗോളങ്ങൾക്ക് ചുമരിലൂടെ കടന്നു പോകാൻ പറ്റും. കാറ്റിനെതിരെ പറക്കാൻ കഴിയും. മനുഷ്യരെ കൊല്ലാൻ പോലും സാധിക്കും. ഇതൊരു പ്രേത കഥയോ ഐതിഹ്യമോ അല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു നിഗൂഢമായ പ്രതിഭാസമാണ്. ഇതാണ് ബോൾ ലൈറ്റ്നിംഗ്. ഗോളത്തിന്റെ ആകൃതിയിൽ മിന്നൽ പോലെ തോന്നിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബോൾ ലൈറ്റ്നിംഗ്. സാധാരണഗതിയിൽ ഒരു ലൈറ്റ്നിംഗ് അര സെക്കൻഡ് നേരം പോലും നിലനിൽക്കില്ല. എന്നാൽ ബോൾ ലൈറ്റ്നിംഗ് പല സെക്കൻഡുകൾ മുതൽ 1 മിനിറ്റ് നേരം വരെ നിലനിൽക്കും. പക്ഷേ പേര് ലൈറ്റ്നിംഗ് എന്നാണെങ്കിലും ഇത് ശരിക്കുമുള്ള മിന്നലല്ല. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മിന്നലിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. ചിത്രങ്ങളിൽ കാണുമ്പോൾ ഇത് വളരെ വലിയ ഗോളമായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് ഏതാനും ചില സെന്റിമീറ്റേഴ്സ് മുതൽ പരമാവധി 1 മീറ്റർ വരെ മാത്രമേ വലിപ്പമുണ്ടായിരിക്കൂ. പൊതുവെ ഒരു ഫുട്ബോളിന്റെ അത്ര വലിപ്പമുണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗോളത്തിൽ നിന്നും യഥാർത്ഥത്തിൽ മിന്നലൊന്നും വരില്ല. വെറും ഒരു ഊർജ്ജ ഗോളമായി മാത്രമേ കാണപ്പെടുകയുള്ളൂ. പൊതുവെ നീലയും വെള്ളയും കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചിലപ്പോൾ ചുവപ്പും ഓറഞ്ചും മഞ്ഞയും പച്ചയും പർപ്പിൾ നിറത്തിലും വരെ ഇത് കാണപ്പെടാറുണ്ട്. ഇതിന് സൾഫറിന്റെ മണമുള്ളതായിട്ടാണ് കൂടുതൽ പേരും പറയുന്നത്, അതായത് അഴുകിയ മുട്ടയുടെ സ്മെൽ. പൊതുവെ ഇത് നിശബ്ദമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ഹിസ്സിംഗ് ശബ്ദം വന്നിട്ടുള്ളതായി ചിലർ പരാമർശിച്ചിട്ടുണ്ട്. നിലത്തിലാണ് ഇത് സാധാരണ രൂപം കൊള്ളുന്നത്, കൃത്യമായി പറഞ്ഞാൽ മിന്നൽ വന്ന് പതിക്കുന്നിടത്ത്. അതിനാൽ പൊതുവെ ഇത് നിലത്തിനോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ആകാശത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നതായിട്ടും ചിലർ കണ്ടിട്ടുണ്ട്. വളരെ പതിയെ ശാന്തമായ രീതിയിൽ ഏകദേശം ഒരു നേർപാതയിലൂടെ ആയിരിക്കും പൊതുവെ ഇത് പോകുന്നത്. അപൂർവമായി മാത്രമേ ഇവ റാൻഡമായി ചലിക്കാറുള്ളൂ. ഇതിന് ചുമരിലൂടെയും ഗ്ലാസിലൂടെയും തടിയിലൂടെയും ഒക്കെ കടന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് ജനാലകളും വാതിലുകളും ഒക്കെ അടച്ചിട്ടിരുന്നാലും ഇതിന് നിസ്സാരമായി വീട്ടിനകത്ത് പ്രവേശിക്കാനാകും. ഇങ്ങനെ അകത്ത് പ്രവേശിക്കുമ്പോൾ ഇവ വീട്ടിലുള്ള ഒന്നുമായും ഇന്ററാക്ട് ചെയ്യാറില്ല, ഒന്നിനെയും നശിപ്പിക്കുകയുമില്ല. പകരം വെറുതെ കടന്നു പോവുക മാത്രമേ ഉള്ളൂ. കുറച്ചു ദൂരം പോയ ശേഷം ഇത് പതിയെ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയാണ് പതിവ്, ഒരു ലൈറ്റ് ബൾബ് ഓഫ് ആകുന്നത് പോലെ. എന്നാൽ ചിലപ്പോൾ വലിയ പൊട്ടിത്തെറിയോടെ നശിക്കുകയും ചെയ്യും. ഈ പൊട്ടിത്തെറി അത്യാവശ്യം ശക്തമാണ്. സമീപമുള്ള വസ്തുക്കളെയൊക്കെ തകർക്കാനുള്ള ശക്തിയുണ്ടായിരിക്കും. വളരെ ബ്രൈറ്റായ പ്രകാശവും കാതടപ്പിക്കുന്ന ശബ്ദവും ഉണ്ടാക്കും. ആകെ മൊത്തത്തിൽ ഒരു ചെറിയ ഗ്രനേഡ് പൊട്ടുന്നത് പോലെ. ഇതിന് മെറ്റൽസിനോട് ആകർഷണമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാരണം കൂടുതൽ സാഹചര്യങ്ങളിലും ഇവ മെറ്റൽസ് കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളിലൂടെ പറ്റിച്ചേർന്ന് സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് ഇത്രയേറെ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ തീർച്ചയായും നമ്മുടെ പക്കൽ ഇതിന്റെ ധാരാളം ദൃശ്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വാഭാവികമായും ആരായാലും അങ്ങനെ ചിന്തിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ബോൾ ലൈറ്റ്നിംഗ് പണ്ട് മുതലേയുള്ള ഒരു പ്രതിഭാസമാണ്. 1195 നടന്ന ഒരു സംഭവമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബോൾ ലൈറ്റ്നിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ തെളിവായി പരിഗണിക്കുന്നത്. ഗർവാസ് എന്നൊരു സന്യാസി ലണ്ടനിലെ തേംസ് നദിക്കരികിലൂടെ നടക്കുകയായിരുന്നു. ആകാശം മുഴുവൻ ഇരുണ്ട മേഘങ്ങളായിരുന്നു. പെട്ടെന്ന് ആ മേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു തീഗോളം ഇറങ്ങി വന്നു. അത് പതിയെ നദിക്ക് മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ അത് നദിയിൽ വീണ് നശിക്കുകയും ചെയ്തു. ഇതിനുശേഷം 1638 മറ്റൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതാണ് ഇൻട്രോയിൽ പറഞ്ഞ കഥ. ശേഷം 1753 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജോർജ് റിച്ച്മാൻ പട്ടം ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ശക്തമായ തണ്ടർസ്റ്റോം ഉള്ള സമയത്താണ് ഇത് ചെയ്തത്. അതിനിടയിൽ പരീക്ഷണം നടത്താൻ ഉപയോഗിച്ച ഒരു ഉപകരണത്തിൽ നിന്നും നീല നിറത്തിലുള്ള ഒരു തീഗോളം ഉണ്ടാവുകയും അത് അയാളുടെ നെറ്റിയിൽ വന്നിടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അയാൾ ഉടൻ തന്നെ കൊല്ലപ്പെട്ടു. അത് പൊട്ടിത്തെറിച്ചതിന്റെ അടയാളം അയാളുടെ നെറ്റിയിൽ ഉണ്ടായിരുന്നു. ബോൾ ലൈറ്റ്നിങ്ങിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം 1963 സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. സാധാരണ ബോൾ ലൈറ്റ്നിംഗ് എല്ലാം നിലത്തിനോട് ചേർന്നാണ് സംഭവിക്കുന്നത്. എന്നാൽ 1963 ആകാശത്തിലൂടെ പറക്കുന്നതിനിടയിൽ ഒരു വിമാനത്തിൽ ബോൾ ലൈറ്റ്നിംഗ് കയറി വന്നു.
കോക്പിറ്റിലൂടെയാണ് ഇത് ഉള്ളിൽ പ്രവേശിച്ചത്. പിന്നെ അത് മൊത്തം വിമാനത്തിന്റെ ഉള്ളിലൂടെയും കടന്നുപോയി. അത് മറ്റൊന്നുമായും ഇന്ററാക്ട് ചെയ്തില്ല. പ്ലെയിനിൽ യാതൊരു നാശനഷ്ടങ്ങൾ വരുത്തിയതുമില്ല. വിമാനത്തിൽ നിറയെ പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആർക്കും ഒരു ചെറിയ പോറൽ പോലും പറ്റിയില്ല. നമ്മുടെ ഇന്ത്യയിലും ബോൾ ലൈനിങ്ങിന്റെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായത് ഗോൾഡൻ ടെമ്പിളിൽ നടന്നതാണ്. 1877 ഏപ്രിൽ 30 രാവിലെ 4:30 സംഭവം നടക്കുന്നത്. ആ സമയം 400ഓളം പേര് അമ്പലത്തിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നോർത്തേൺ വാതിൽ വഴി ശോഭയേറിയ ഒരു പ്രകാശഗോളം അകത്ത് കയറി വന്നു. പതിയെ പതിയെ അത് നിലത്തിന് മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങി. കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞതും വലിയ ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കുകയും അതിന്റെ പ്രകാശം സതേൺ വാതിൽ വഴി പുറത്തേക്ക് പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് ആർക്കും ഒരു പരിക്കും പറ്റിയില്ല. അമ്പലത്തിനും കേടുപാടുകളൊന്നും ഉണ്ടായില്ല. ഈ സംഭവം എന്തോ അത്ഭുതമാണെന്ന് കരുതി എൻട്രൻസിൽ തന്നെ അവരെ രേഖപ്പെടുത്തി വെച്ചു. അത് ഇന്നും നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ കാണാം. ഈ പറഞ്ഞതെല്ലാം ബോൾ ലൈനിങ്ങിന്റെ പ്രശസ്തമായ ഇൻസിഡൻസ് മാത്രമാണ്. ഇതുപോലെ വേറെയും ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ആകെ മൊത്തത്തിൽ ലോകമെമ്പാടും 10,000-ൽ കൂടുതൽ ബോൾ ലൈനിങ് ഇൻസിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടും ഇതുവരെ പ്രകൃതിയിൽ ബോൾ ലൈനിങ് സംഭവിക്കുന്നതിന്റെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഒരൊറ്റ വീഡിയോ പോലും തെളിവായിട്ടില്ല. ബോൾ ലൈനിങ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിരവധി വീഡിയോസ് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ ഒരെണ്ണം പോലും ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. അതായത് അതൊക്കെ ബോൾ ലൈനിങ് തന്നെയാണോ അല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുമാത്രമല്ല, ഇതിൽ നല്ലൊരു ശതമാനവും ഫേക്ക് വീഡിയോസ് ആണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഭാസങ്ങളാണെന്നോ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 10,000-ൽ കൂടുതൽ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ ദൃക്സാക്ഷികൾ പറഞ്ഞ അനുഭവ കഥകൾ മാത്രമാണ്. അല്ലാതെ ആരും തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അനുഭവ കഥകൾ വെറും കഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബോൾ ലൈനിങ് എന്നത് വെറും ഒരു മിത്ത് മാത്രമാണെന്നാണ് പണ്ട് കരുതിയിരുന്നത്. എന്നാൽ കാലക്രമേണ നമുക്കതിന്റെ ചില തെളിവുകൾ കിട്ടി. വ്യക്തമായ തെളിവുകളില്ലായിരുന്നിട്ടും പല കാരണങ്ങളാലും ബോൾ ലൈറ്റ്നിങ് ശരിക്കുമുള്ള ഒരു പ്രതിഭാസം തന്നെയാണെന്ന് പണ്ടേ തന്നെ ശാസ്ത്രലോകം അംഗീകരിച്ചതാണ്. അങ്ങനെ അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ പലരും പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. 2006-ൽ ഒരു സംഘം ജർമ്മൻ ഗവേഷകർ ചേർന്ന് ഒരു ടാങ്ക് വെള്ളത്തിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ഊർജ്ജഗോളം ഉണ്ടാക്കി. 20 സെന്റിമീറ്ററോളം വലിപ്പമുണ്ടായിരുന്ന ഈ ഗോളങ്ങൾ ഏതാണ്ട് 1/2 സെക്കൻഡ് നേരത്തോളമാണ് നിലനിന്നത്. സമുദ്രങ്ങളിൽ കണ്ടിട്ടുള്ളതായിട്ട് പണ്ട് സെയിലേഴ്സ് പറഞ്ഞ അതേ രീതിയിലാണ് ഇവർ നിർമ്മിച്ച ഊർജ്ജഗോളങ്ങൾ പ്രവർത്തിച്ചത്. അതേ വർഷം തന്നെ 2 ഇസ്രായേലി ശാസ്ത്രജ്ഞർ ചേർന്ന് മൈക്രോവേവ് ഡ്രിൽ ഉപയോഗിച്ച് മറ്റൊരു പരീക്ഷണം നടത്തി. ഡ്രില്ലിനെ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് ഫോക്കസ് ചെയ്തു. ശേഷം ഡ്രില്ലിനെ എടുത്തു മാറ്റിയതും അവിടെ ഒരു ഊർജ്ജഗോളം ഉണ്ടായി. ഇതും ഏതാണ്ട് 1/2 സെക്കൻഡ് നേരമേ നിലനിന്നുള്ളൂ. 2007-ൽ ബ്രസീലിയൻ ശാസ്ത്രജ്ഞർ മറ്റൊരു പരീക്ഷണം നടത്തി. അവര് ഹൈ വോൾട്ടേജ് വൈദ്യുതി സിലിക്കൺ പാളികളിലേക്ക് കടത്തിവിട്ടു. അനന്തരഫലമായി ആ സിലിക്കൺ നീരാവിയാവുകയും അതിൽ നിന്നും തിളങ്ങുന്ന ഊർജ്ജഗോളങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഗോളങ്ങൾ 8 സെക്കൻഡ്സ് നേരം നിലത്തിലൂടെ ഉരുണ്ടു. ഇങ്ങനെ ഒരുപാട് പേര് ലാബ് എക്സ്പെരിമെന്റ്സിലൂടെ ബോൾ ലൈറ്റ്നിങ് നിർമ്മിച്ചിട്ടുണ്ട്. ബോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. അത്തരം സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്തത്. ഇതിൽ അതിശയിപ്പിക്കുന്ന വസ്തുത എന്താണെന്നാൽ ബോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള അതേ സ്വഭാവ രീതികളാണ് ഈ പരീക്ഷണങ്ങളിലുണ്ടായ ഊർജ്ജഗോളങ്ങളിലും കണ്ടത്. പരീക്ഷണങ്ങളിൽ നിർമ്മിക്കാൻ സാധിച്ച ഈ ഊർജ്ജഗോളങ്ങളെ തീർച്ചയായും പ്രകൃതിക്കും നിർമ്മിക്കാനാകും. പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും പ്രകൃതിയിൽ ബോൾ ലൈറ്റ്നിങ് ഉണ്ടെന്നതിന്റെ തെളിവല്ല. പക്ഷേ 2012-ൽ ബോൾ ലൈറ്റ്നിങ്ങിന്റെ വ്യക്തമായ തെളിവ് കിട്ടി. ഒരു സംഘം ചൈനീസ് ഗവേഷകര് മിന്നലുകളെക്കുറിച്ച് പഠനം നടത്തുകയായിരുന്നു. ഒരു തണ്ടർസ്റ്റോം നടക്കുന്നതിനിടയിലാണ് അവർ ഈ പഠനം നടത്തിയത്. ഭാഗ്യത്തിന് ഇടയ്ക്ക് ഒരു മിന്നൽ തികച്ചും യാദർച്ഛികമായി ഗവേഷകർക്ക് സമീപം തറയിൽ വന്ന് പതിച്ചു. അതിന്റെ ആഘാതത്തിൽ അവിടെ ഒരു വലിയ ഊർജ്ജഗോളമുണ്ടായി. ഈ ഗോളത്തിന് 5 മീറ്ററോളം വലിപ്പമുണ്ടായിരുന്നു. മിന്നലുകൾ നിരീക്ഷിക്കാനുള്ള നിരവധി അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സും അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അത് വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഗോളത്തിൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സിലിക്കണും അയണും പോലെയുള്ള എലമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അവർ ആ ഗോളത്തിന്റെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ സംഭവത്തിലുള്ള പ്രശ്നം എന്താണെന്നാൽ ഇവര് പകർത്തിയെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പബ്ലിക്കലി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇതിനെ കൃത്യമായി തെളിവായിട്ട് പരിഗണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും ഒരു അനക്ഡോട്ടൽ എവിഡൻസ് പോലെ തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയിൽ ബോൾ ലൈനിങ് സംഭവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഒരൊറ്റ തെളിവ് പോലും ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ശാസ്ത്രലോകം ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടെന്ന് അംഗീകരിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം ഒരു മുറിയിലുള്ള 5 പേര് പുറത്ത് ഡ്രാഗനെ കണ്ടുവെന്ന് പറഞ്ഞാൽ അവരെ വെറുതെ കള്ളം പറയുന്നതായിരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഒരു കെട്ടിടത്തിലുള്ള മുഴുവൻ പേരും അത് പറഞ്ഞാലോ? അപ്പോഴും നമുക്ക് സംശയിക്കാം.
പക്ഷേ ഒരു രാജ്യത്തുള്ള മുഴുവൻ പേരും അത് പറഞ്ഞാലോ? അതും എല്ലാവരും ഡ്രാഗനെ വിശദീകരിച്ചത് കൃത്യമായും ഒരേ രീതിയിലാണെങ്കിലോ? എങ്കിൽ അത് തീർച്ചയായും സത്യമായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇതുപോലെയാണ് ബോൾ ലൈറ്റ്നിങ്ങിന്റെ കാര്യവും. പല നൂറ്റാണ്ടുകൾക്കിടയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പരസ്പരമറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആയിരക്കണക്കിന് പേര് ബോൾ ലൈറ്റ്നിങ്ങിനെ കൃത്യമായും ഒരേ രീതിയിൽ വിവരിക്കുമ്പോൾ അത് സ്വാഭാവികമായും യാഥാർത്ഥ്യമായിരിക്കാനാണ് സാധ്യത. കാരണം ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കള്ളം പറയുക എന്നത് തീർത്തും അസാധ്യമാണ്. ഇനി രണ്ടാമത്തെ കാരണം, ബോൾ ലൈറ്റ്നിങ്ങിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് കാരണമുണ്ടായ ഫിസിക്കൽ ഡാമേജസിനെ ശാസ്ത്രജ്ഞർക്ക് പരിശോധിച്ച് നോക്കാൻ സാധിക്കും. അതായത് സാധാരണ മിന്നലുകൾ ഉണ്ടാക്കുന്ന തകരാറുകൾ പോലെയല്ല ബോൾ ലൈറ്റ്നിങ് ഉണ്ടാക്കുന്ന തകരാറുകൾ. ജനാലകളുടെ ഗ്ലാസുകളിൽ വീണ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളും അതിന്റെ ഊർജം കാരണം നിലങ്ങളിൽ പതിഞ്ഞിട്ടുള്ള വൃത്താകൃതിയിലുള്ള അടയാളങ്ങളും അങ്ങനെയെല്ലാം തന്നെ ബോൾ ലൈറ്റ്നിങ് പോലെ ഒരു പ്രതിഭാസത്തിന് മാത്രമേ വിവരിക്കാനാകൂ. മൂന്നാമത്തെ കാരണം ശാസ്ത്ര സാധ്യതയാണ്. ശാസ്ത്ര നിയമങ്ങളുടെയും സാധ്യതകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബോൾ ലൈറ്റ്നിങ് പോലെ ഒരു പ്രതിഭാസം പ്രകൃതിയിൽ ഉണ്ടാകാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ബോൾ ലൈറ്റ്നിങ്ങിനെ ശരിക്കും നിലനിൽക്കുന്ന പ്രതിഭാസമായിട്ട് ശാസ്ത്രലോകം ഇന്ന് പരിഗണിക്കുന്നത്. അതിനു പുറമെ ബോൾ ലൈറ്റ്നിങ്ങിനെ വിവരിക്കാൻ നിരവധി സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബോൾ ലൈറ്റ്നിങ്ങിന് പിന്നിലെ ഒന്നാമത്തെ സിദ്ധാന്തം എന്നത് ഹാലൂസിനേഷൻസ് ആണ്. അതായത് ഇടിമിന്നൽ സംഭവിക്കുന്നതിന് സമീപം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന് സമീപം നിൽക്കുന്നവര് അവിടെ ഗോളാകൃതിയിൽ ഊർജം നിലനിൽക്കുന്നതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യും. അപസ്മാരമുണ്ടാകുന്ന സമയങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ ഹാലൂസിനേഷൻസ് ഉണ്ടായതായിട്ട് നിരവധി റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷെ ഈ സിദ്ധാന്തത്തിലുള്ള പ്രശ്നം എന്താണെന്നാൽ ബോൾ ലൈറ്റ്നിങ് കാരണം കാര്യമായ പരിക്ക് പറ്റിയിട്ടുള്ളവരുണ്ട്. അതിനേക്കാൾ ഉപരി ചിലർക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് വെറും ഹാലൂസിനേഷൻസ് ആണെന്ന് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ നൂറുകണക്കിന് പേരാണ് ബോൾ ലൈറ്റ്നിങ്ങിന്റെ ദൃസാക്ഷികളായിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി ഒരേ രീതിയിൽ തന്നെ ഹാലൂസിനേറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് കാരണം ഈ സിദ്ധാന്തം ആദ്യമേ തന്നെ ശാസ്ത്രലോകം തള്ളി. രണ്ടാമത്തെ സിദ്ധാന്തം, മിന്നൽ ചില സമയങ്ങളിൽ നിലത്ത് വന്ന് പതിക്കും. ഈ മിന്നലിന്റെ താപനില എന്നത് 10,000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത്രയും തീവ്രമായ ചൂട് കാരണം നിലത്തുള്ള സിലിക്കയെ അത് നീരാവിയാക്കും. ഈ നീരാവി ഒരു ഗോളാകൃതിയിൽ ഉയർന്നു പൊങ്ങും. അതിനിടയിൽ ഇതിലുള്ള സിലിക്കൺ പദാർത്ഥങ്ങൾ വായുവിലുള്ള ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഊർജം പുറത്തുവിടും. ഇതാണ് നമ്മൾ ഊർജഗോളമായി കാണുന്നത്. ബോൾ ലൈറ്റ്നിങ്ങിന്റെ ഏകദേശം എല്ലാ സവിശേഷതകളെയും ഈ സിദ്ധാന്തം സാധൂകരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബോൾ ലൈറ്റ്നിങ് എങ്ങനെ ചുമരിലൂടെയും ഗ്ലാസിലൂടെയും ഒക്കെ കടന്നു പോകുന്നുവെന്ന് ഈ സിദ്ധാന്തത്തിനെ വിവരിക്കാനാകില്ല. അതുപോലെ ഈ സിദ്ധാന്തം അനുസരിച്ച് ബോൾ ലൈറ്റ്നിങ് നിലത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ സമുദ്രങ്ങളിലും പറക്കുന്ന പ്ലെയിനിലും വരെ ബോൾ ലൈറ്റ്നിങ് ഉണ്ടായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സിദ്ധാന്തം, മിന്നൽ എന്നത് അടിസ്ഥാനപരമായി ഇലക്ട്രോൺസിന്റെ ഒഴുക്കാണ്. വളരെ അപൂർവം ചില സാഹചര്യങ്ങളിൽ ഇതിൽ ചില ഇലക്ട്രോൺസ് അത്യധികം വേഗത്തിൽ സഞ്ചരിക്കും. അതായത് ഏകദേശം പ്രകാശവേഗത്തിൽ. ഈ ഇലക്ട്രോൺസ് അന്തരീക്ഷ വായുവുമായി കൂട്ടിയിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപരിതലത്തിൽ വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്നും വൻതോതിലുള്ള മൈക്രോവേവ് റേഡിയേഷൻ പുറത്തുവരും. ഇത് ഭയങ്കര ശക്തിയോടെ ആയിരിക്കും വമിക്കുന്നത്. ഈ ശക്തി കാരണം അവിടുത്തെ വായുവിൽ ഒരു ബബിൾ ഉണ്ടാകും. ഈ ബബിളിനുള്ളിൽ മൈക്രോവേവ് റേഡിയേഷൻ ട്രാപ്പ് ആയി പോകും. ഈ റേഡിയേഷന്റെ ഊർജം കാരണം അതൊരു തിളങ്ങുന്ന ഊർജഗോളമായിട്ട് കാണപ്പെടും. ഇങ്ങനെയാണ് ബോൾ ലൈറ്റ്നിങ് ഉണ്ടാകുന്നതായി മൂന്നാമത്തെ സിദ്ധാന്തം പറയുന്നത്. ബോൾ ലൈറ്റ്നിങ്ങിന്റെ പറയപ്പെടുന്ന സകല സവിശേഷതകളെയും സ്വഭാവങ്ങളെയും ഈ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇത് മൈക്രോവേവ് റേഡിയേഷൻ ആയതുകൊണ്ടാണ് ചുമരിലൂടെയൊക്കെ കടന്നു പോകുന്നത്. പ്ലെയിനിനുള്ളിൽ കയറിയതും അതുകൊണ്ടാണ്. ഇതിന് നിലത്ത് മാത്രമല്ല ആകാശത്തിലും ഉണ്ടാകാൻ കഴിയും. അങ്ങനെ സകലവും ഈ സിദ്ധാന്തം സാധൂകരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സിദ്ധാന്തത്തിനും ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നാൽ ഇത് ശരിയാണെങ്കിൽ പിന്നെ ബോൾ ലൈറ്റ്നിങ് നമ്മൾ നിരന്തരം കാണേണ്ടതാണ്. അല്ലാതെ ഇത്രയും അപൂർവമായിരിക്കില്ല. എന്തായാലും ഈ സിദ്ധാന്തങ്ങൾക്ക് പുറമെ വേറെയും നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസത്തിന് പിന്നിലെ നിരവധി സിദ്ധാന്തങ്ങൾക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തം ഉണ്ടായിരിക്കും. എന്നാൽ ബോൾ ലൈറ്റ്നിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമില്ല. കാരണം വ്യക്തമായ തെളിവുകളില്ലാതെ ഒന്നും തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ബോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് നിലവിൽ വ്യക്തമായ ഒരു എക്സ്പ്ലനേഷനും ഇല്ല എന്നതാണ് സത്യം. ബോൾ ലൈറ്റ്നിങ്ങുമായി ബന്ധപ്പെട്ട 10,000 കൂടുതൽ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നിരുന്നാലും അതെല്ലാം സത്യം തന്നെ ആയിരിക്കണമെന്നില്ല. എന്ന് കരുതി അവരെല്ലാം കള്ളം പറയുന്നു എന്നുമല്ല. പകരം അവർ കണ്ടത് ശരിക്കും ബോൾ ലൈറ്റ്നിങ് തന്നെ ആയിരിക്കില്ല. ബഹുഭൂരിപക്ഷം പേരും കണ്ടത് യഥാർത്ഥത്തിൽ തികച്ചും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും പ്രതിഭാസങ്ങളായിരിക്കും.
അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കുറച്ചു നാളുകൾക്ക് മുന്നേ ബോൾ ലൈനിങ് ആണെന്ന് പറഞ്ഞ് പ്രചരിക്കപ്പെട്ട ഈ ദൃശ്യം. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോൾ ലൈനിങ് ആണെന്ന് തന്നെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പവർ ലൈൻ ആർക്ക് എന്ന പ്രതിഭാസമായിരുന്നു. അത് കാണുമ്പോൾ തിളങ്ങുന്ന ഒരു ഊർജ്ജഗോളമായിട്ട് തോന്നും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ ഗോളം പവർ ലൈൻസിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. അല്ലാതെ ഇത് ബോൾ ലൈറ്റ്നിങ് അല്ല. ഇതുപോലെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അവയിൽ പലതിനും ബോൾ ലൈറ്റ്നിങ്ങുമായി സാമ്യതയുമുണ്ട്. അതിനാൽ 10,000-ൽ കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപക്ഷെ 100 കണക്കിന് പേര് മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ശരിക്കുമുള്ള ബോൾ ലൈറ്റ്നിങ് കണ്ടത്. എന്തു തന്നെയാണെങ്കിലും നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബോൾ ലൈറ്റ്നിങ് തീർച്ചയായും പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. അത്രമാത്രമേ ബോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാനാകൂ. പക്ഷേ 10,000-കണക്കിന് ആളുകൾ കണ്ടു എന്ന് അവകാശപ്പെടുമ്പോഴും ശാസ്ത്രലോകം ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും പ്രകൃതിയിൽ നിന്നുമുള്ള ബോൾ ലൈറ്റ്നിങ്ങിന്റെ വ്യക്തമായ ഒരു തെളിവ് പോലും ഇന്നും നമ്മുടെ പക്കലില്ല. ഇത് അത്രയേറെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയുമ്പോഴും മുക്കിലും മൂലയിലും വരെ ക്യാമറയുള്ള ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു ദൃശ്യം പോലും ഇല്ല എന്നത് വലിയൊരു നിഗൂഢതയായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഓർക്കുക, സാധാരണ മിന്നൽ പതിവായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു സാധാരണ മിന്നൽ പിണറിനെ ക്യാമറയിൽ പകർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ ദശലക്ഷക്കണക്കിന് മിന്നലുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ബോൾ ലൈറ്റ്നിങ് കൃത്യമായി ക്യാമറയിൽ പകർത്താനുള്ള സാധ്യത എത്രത്തോളം കുറവായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.